എന്നൊക്കെ കടയിൽ പോകുന്നു അന്നൊക്കെ നമ്മുടെ പിള്ളേർ വാശി പിടിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പൊട്ടറ്റോ ചിപ്സ്. കഴിക്കുന്നത് അത്രക്കങ്ങ് നല്ലതല്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്തോ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണല്ലേ. എന്നാൽ പൊട്ടറ്റോ കൊണ്ടുള്ള ഈ ഒരു ചിപ്സ് ഇഷ്ടമാണെങ്കിൽ പൊട്ടറ്റോ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താലോ. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ചെയ്യേ. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ ഒന്ന് മാത്രം എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാളയും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ അങ്ങ് എടുത്തോളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും സവാളയും കട്ട് ചെയ്ത് അതും അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണേ. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രമായിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ എടുത്തേക്കുന്നത് 6 ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഞാൻ ഇതിലോട്ട് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 ഞാനിത് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ പൊട്ടറ്റോ കൊണ്ടുള്ള സ്നാക്സൊക്കെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് കൂടിയാണ് ഇതിന്. അപ്പോൾ ബ്രെഡ് മുഴുവൻ ഇതിലോട്ട് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെയും നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഉരുളക്കിഴങ്ങ് അരച്ചെടുത്തിട്ടുള്ള അതിലോട്ട് ഇട്ട് കൊടുത്താൽ തന്നെ ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ അങ്ങ് അരച്ചെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ചിട്ടാണ് എളുപ്പത്തിൽ അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് മുഴുവൻ ഇതുപോലെ പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് കടലപ്പൊടി ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു 2 സ്പൂൺ നിറയെ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന നേരത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കൂടെ കടലപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടേ. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. മുഴുവൻ്റെ ഇങ്ങനെ അങ്ങ് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫയറിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേ ഇതിൻ്റെ അകംവശമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടൂലേ. അപ്പോൾ ഞാനിത് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ നമുക്കിത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം ഞാനിത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നല്ലോണം തണുത്തതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് പുതിന ചട്നിയുടെ കൂടെയൊക്കെ ഇതങ്ങ് കഴിക്കാൻ പറ്റും. എന്നാലും നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. പുറവശം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിരിക്കും, അകമേ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ലോണം തണുത്ത് വരുന്ന സമയത്ത് പുറമേ നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൃഷ്ണ ഒവി എന്നുള്ള നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.